ഡങ്കീനെ കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നൈസ് മൂവിയാണ്. ഈ ഒരു മൂവിയിൽ മെയിൻലി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന അതേ പ്രോബ്ലം ഒരു 25 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ ഇന്ത്യ വിട്ട് സ്റ്റുഡൻറ് വിസയിലും വർക്ക് വിസയിലൊക്കെ ഒരുപാട് കൺട്രീസിലൊക്കെ പോകുന്നുണ്ട്. അന്നാണെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് പോകുമായിരുന്നു. പക്ഷേ വിസയും കാര്യങ്ങളൊക്കെ കിട്ടാത്തവർ ഈ ഒരു ഡോങ്കി ഫ്ലൈറ്റ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു മൂവിയിൽ എൻ്റയർലി സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അയാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, എന്ത് കഷ്ടപ്പാടാണ് അയാൾ സഹിച്ചിരിക്കുന്നത്. കാരണം പുറത്ത് നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾ പുറത്ത് സെറ്റിൽഡ് ആണെങ്കിൽ ഭയങ്കര രീതിയിലുള്ള റെസ്പെക്റ്റോ അല്ലെങ്കിൽ അയാൾ പുറത്താണ് ആ ഒരു ഫാമിലി ഭയങ്കര സെറ്റിൽഡ് ആണെന്നുള്ള തോന്നിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഭയങ്കര പ്രൗഡായിട്ടാണ് അവർ കാണുന്നത് പുറത്ത് പോയി നിൽക്കുന്നത്. പക്ഷെ പുറത്ത് പോയിട്ട് ഇവിടെ അടിപൊളി ഹാപ്പി ആയിരുന്ന ഒരാൾ പുറത്ത് പോയിട്ട് ഭയങ്കര രീതിയിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സഹിക്കുന്നത് ആരും തന്നെ അറിയുന്നില്ല. അതൊക്കെ ഈ ഒരു മൂവി വളരെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ SRKയുടെ ഡയലോഗ് ഉണ്ട്. പണ്ട് അവർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ, നിങ്ങൾ ഇവിടെ എന്തിനാണ് വരുന്നത്, പഠിക്കാനാണോ ജോലി ചെയ്യാനാണോ കൊള്ളയടിക്കാനാണോ നമ്മൾ ചോദിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ പോകുമ്പോൾ മാത്രം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടെററിസ്റ്റ് ആണോ അല്ലെങ്കിൽ അറിയാനാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യത്തിന് വളരെ അടിപൊളിയായിട്ട് തന്നെ ഒരു മൂവി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡോങ്കി ഫ്ലൈറ്റ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് പഞ്ചാബിലെ കുറച്ച് ആൾക്കാർ ലണ്ടനിലോട്ട് പോകുന്ന അവരുടെ ജേണി അല്ലെങ്കിൽ അവരവിടെ പോയതിനു ശേഷം അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരവിടെ പോയതിനു ശേഷം അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. സോ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ, അവരുടെ പെർഫോമൻസ് ഒക്കെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി എടുത്തു പറയുമെങ്കിൽ SRK. ആ ഒരു SRK നമ്മൾ റീസെന്റ് കണ്ടതൊക്കെ ഒരു ആക്ഷൻ പാക്കഡ് മൂവീസിൽ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റേ മാസ് മസാല ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ആ ഒരു ആക്ടർ SRK നമ്മൾ കൂടുതൽ കാണും. കാരണം ഓരോ സീക്വൻസിലും മൂപ്പർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചില ഇമോഷണൽ സീൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിന്. എനിക്ക് തോന്നുന്നു SRK ലാസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നത് മൈ നെയിം ഈസ് ഖാൻ എന്ന മൂവിയിലാണ്. അതിന് ഒരുപാട് കാലം ശേഷമാണ് നമ്മൾ ഡങ്കി എന്ന മൂവിയിൽ ആ ഒരു ക്യാരക്ടർ റോൾ കാണുന്നത്. വളരെ അടിപൊളിയായിരുന്നു SRKയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ക്യാരക്ടറുമായിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ കണക്ട് ആവുന്നുണ്ട്. പിന്നീടുള്ള എല്ലാവരും തപ്സി പന്നു ആയാലും വിക്കി കൗശൽ ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. വിക്കി കൗശലിനെ എടുത്തു പറയണം. ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ക്യാരക്ടർ ആണെങ്കിൽ പോലും വിത്തിൻ ടൈം നമ്മൾ ആ ഒരു ക്യാരക്ടറുമായിട്ട് ഇമോഷണലി ആയാലും നല്ല രീതിക്ക് അറ്റാച്ച് ആവുന്നുണ്ട്. കാരണം അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിരിക്കുന്നത്. തപ്സി പന്നു ആയാലും നൈസ് ആയിരുന്നു. ഇവിടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ അടിപൊളിയായിരുന്നു പുള്ളിക്കാരി. പിന്നീട് ഒരു നൈസായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഓൾഡ് ഏജ് കാണിക്കുമ്പോൾ അവരുടെ മേക്കപ്പ് ആയിരുന്നു ഒക്കെ നൈസ് ആയിരുന്നു. ചില മൂവീസിലൊക്കെ ആ ഒരു ക്യാരക്ടേഴ്സിന് വയസ്സായിട്ട് കാണിക്കാനായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കുളമാക്കും. പക്ഷെ ഇതിലൊരു നൈസായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സ് ആ ഒരു ഏജ് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും, സോ ആ ഒരു മേക്കപ്പിൽ കൂടി തന്നെ അവരുടെ ഏജും അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ ഫിസിക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആണെങ്കിലും ഇമോഷണലി ആയാലും കോമഡി വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് സീക്വൻസ് ആയിട്ട് മൂവിൽ ചിരിക്കാനായിട്ട്, അതുപോലെ തന്നെ ഒരുപാട് സീക്വൻസ് ഉണ്ട് മൂവിൽ നമ്മളെ ഭയങ്കര ഇതിൽ ഇമോഷണൽ ആക്കുന്നതായിട്ട്. ചില സീൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് അത് പെട്ടെന്ന് തന്നെ ഒരു ഇമോഷണൽ സീനായിട്ട് ട്രാൻസ്ഫർ ആവും. സോ അങ്ങനത്തെ ഒരുപാട് സീക്വൻസ് ഈ ഒരു മൂവിയിലുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ കണക്ട് ആവുന്നുണ്ട്. സോ ഓവറോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരുപാട് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സീനുണ്ട്. കാരണം നമുക്ക് ആ ഒരു സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇത് എവിടെ പോയി നിൽക്കുന്ന പോലും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഇങ്ങനെ പിടിച്ചെടുത്ത് മുന്നോട്ട് ഇങ്ങനെ നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ട് മൂവി. മറ്റേ വലിയ ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ SRKയുടെ മാസ് എലമെന്റ് അങ്ങനെ ഒന്നും മൂവിയിൽ എവിടെയും തന്നെ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. രാജ്കുമാർ ഹിരാനിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് ഡങ്കി എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം 3 Idiotsഉം മുന്നാബായും PKയും സഞ്ജുവും അങ്ങനത്തെ ഒരു മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു മൂവിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫീലും വൈബൊക്കെ ഈ ഒരു മൂവിക്ക് കിട്ടത്തില്ല. കാരണം ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ആ ഒരു സ്റ്റോറി ലൈൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വലിയ ആഡ് ഓൺസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നൈസായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ രാജ്കുമാർ ഹിരാനിയുടെ മറ്റുള്ള മൂവീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പ് ലെവലിൽ ഈ ഒരു മൂവി എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നത്തില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മൂവി പോകുന്നുണ്ട്. ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു PKയും 3 Idiotsഉം സഞ്ജുവും അങ്ങനത്തെ മൂവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മൂവി മോശമാണെന്നോ അല്ലെങ്കിൽ ആവറേജ് ആണെന്നോ ഒന്നും അല്ല. എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കോ. നല്ലൊരു അടിപൊളി മൂവിയാണ്, നല്ലൊരു കണ്ടന്റ് സംസാരിക്കുന്ന മൂവിയാണ്. ഇപ്പോഴത്തെ ആ ജനറേഷൻ ആയാലും ഒരു 10-30 വർഷം മുമ്പുള്ള ജനറേഷൻ ആയാലും രണ്ട് ജനറേഷനുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏറെക്കുറെ സെയിം ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഈ ഒരു മൂവിയിൽ വളരെ അടിപൊളിയായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നീട് സബ് ടൈറ്റിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ റീസെന്റ് വന്ന മിക്ക ഹിന്ദി മൂവീസിനും സബ് ടൈറ്റിൽസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മൂവിക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഒരു പാൻ ഇന്ത്യൻ മൂവി ആണെങ്കിൽ പോലും എല്ലാ ലാംഗ്വേജിലും മൂവി ഇല്ല. എല്ലാ സ്ഥലത്തും ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ് ഈ മൂവിയിൽ അവൈലബിൾ ആണ്. സോ ഓൾറെഡി ഡങ്കി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.